நான் ஒரு தடவை சொன்னா அது 100 தடவை சொன்ன மாதிரி. താൻ എവിടെ നോക്കിയാ ഓടിക്കുന്നേ? അത് ശരിയാ, ഞാൻ എവിടെ നോക്കിയാ വണ്ടി ഓടിച്ചേ? അത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. അയ്യോ, ആ ഓട്ടത് എവിടെ പോയി കിടക്കുക? കോളേജ് വിടുന്ന കൃത്യസമയം കക്ഷിക്കറിയാം. എന്നിട്ട് കണ്ടില്ലേ, ഞാൻ മേനോനങ്കിളിനോട് പറയാൻ പോവാ, ഇനി ഓട്ടോയും മണ്ണാങ്കട്ടി ഒന്നും വേണ്ടെന്ന്. ഉവ്വ എന്റെ മോള് പറയും. ഓട്ടോ വേണ്ടെന്ന് പറഞ്ഞാല് നിന്റെ റോമിയോക്ക് എത്തിക്കാനുള്ള താളിയോല ആരാ കൊടുക്കുക? അതിന് ഇടനിലക്കാരുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാണണമെന്നും സംസാരിക്കണം തോന്നിയാ എന്റെ കക്ഷി മുമ്പിൽ പ്രത്യക്ഷപ്പെടും, കാറ്റായിട്ടും കിളിയായിട്ടും ഒക്കെ. നീ വെറുതെ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം മോളെ? എനിക്കൊരു അസൂയില്ല. പക്ഷെ നീ ഈ വട്ടായി നടന്നിട്ട് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ വാങ്ങിക്കൊണ്ടുന്ന മാർക്ക് ഞാൻ കാണുന്നുണ്ട്. പ്രേമം ഉദാത്തമാണ്. അതിനിടെ കെമിസ്ട്രിയോടും ഫിസിക്സിനോടും പോയി തൊലയാൻ പറ. ഞാനേ അമേരിക്കയിൽ നിന്റെ ഡാഡിക്ക് ഫോൺ ചെയ്ത് പറയാൻ പോവാ നിന്റെ ഈ തോന്നിയാസങ്ങളൊക്കെ. അയ്യോ എന്റെ മായേ, നീ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ഒരാളോട് ഇഷ്ടം തോന്നുന്നൊക്കെ വെച്ചാല് ഈ കാലത്ത് അത്ര വലിയ ക്രൈമാ? നോ കമന്റ്സ് എന്ന് വെച്ചാ ഒരുപാട് പറയാനുണ്ടെന്ന്. ദയവായിരുന്നു. ആ ഓൻ തന്നെ ഇന്ന് വെറുതെ വിടരുത് കേട്ടോ, ശരിക്ക് കൊടുക്കണം. സോറി, ഒരബദ്ധം പറ്റി, ചെറിയൊരു ആക്സിഡന്റ്. അതെന്നും പതിവുള്ളതാണല്ലോ. ഗുരുവായൂരപ്പനാണ് മേനോൻ സാറിനോട് പറയല്ലേ. നാളെ മുതൽ ഭാഷ ഞങ്ങളെ കൊണ്ടുപോകാൻ വരണ്ട. അയ്യോ, ഞാനേഴക്കെല്ലാം സ്വന്തക്കാരണ്ടാ, ഞാൻ ഒറ്റക്കാരൻ. ഇന്ന് എന്തായിരുന്നു സ്വപ്നം? പറയാം. സുന്ദരിയായ ഒരു തരുണീമണി പാലം വഴി ഓടി വരുന്നു. അവളെ പിടികൂടാൻ അതിസുന്ദരനായ ഒരു കശ്മലൻ തൊട്ടുപിറകിൽ. ചുറ്റും അന്തം വിട്ട ജനക്കൂട്ടം ക്രൂരനായ ആ കാപാലികനെ ഇടിച്ചു തെറിപ്പിച്ചു. തെറിച്ചു വീണ കാപാലികൻ തിരിഞ്ഞു നോക്കാതെ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ തരുണിയെ രക്ഷപ്പെടുത്തി ഈ ഞാൻ ഏഴക്കെല്ലാം സ്വന്തക്കാരണ്ടാ. എന്താണ്? അയ്യോ, തല എവിടെ പോയി? തല കാര്യം വേണ ഇവിടെ താഴെ. എന്റെ മധുവണ്ണ പരിപാടിയും ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് തലയും കുത്തി നിന്നാലെങ്ങനാ? മതപ്രസംഗം ഇല്ല, കഥാപ്രസംഗം ആദ്യം. അത് 7:30 മണിക്ക്. ആദ്യ കഥാപ്രസംഗോ അത് പള്ളി പറഞ്ഞാ മതി. ഓ, പള്ളിയിലെ പ്രോഗ്രാം 17-ാം തീയതി, ഇത് അമ്പലത്തിലെ. എന്റെ അണ്ണ നേരെ എത്രയെന്ന വിചാരം? നിങ്ങൾ നന്നാക്കോടെ തന്നെ പെട്ടിയില്ലേ, അത് മനസ്സിൽ കുരിശവല്ലിൽ നിന്നോ, ഞാൻ വന്നേക്കാം. വേഞ്ചല്ലേ എന്റെ അണ്ണ വൈകരുത്. കഴിഞ്ഞ വർഷം നാടകം പൊളിഞ്ഞു എന്ന് പറഞ്ഞ് നാടകക്കാരെ പിടിച്ച് കെട്ടിയിട്ട കമ്മറ്റിക്കാരാ. എന്റെ ഈശ്വര, ഇത്തവണത്തെ നമ്മുടെ സ്പോൺസർ ആരാന്നറിയോ? ആരാ? പോലീസ് അസോസിയേഷനാ. പോലീസാ? അയ്യോ, പോലീസോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടി വാങ്ങിച്ചിട്ട് നിങ്ങൾ വാ, ഞാൻ വേഗം ഷേവ് ചെയ്തിട്ട് വന്നേക്കാം. പൊക്കോ. ശരി, വാ. എന്റെ ഈശ്വര, രാത്രി ഷേവ് ചെയ്തിട്ട് കിടന്നാൽ മതിയായിരുന്നു. അയ്യോ, വെള്ളം ചൂടാക്കാൻ പറ്റില്ല. എന്ത് കാണുന്നത്? മുറുകി എന്ത് പറ്റിയതാ? ഒന്ന് ഷേവ് ചെയ്തതാ. നോൺസെൻസ്. പ്രായമായെന്ന് പറഞ്ഞിട്ടെന്താ? ഞാനിവിടെ ഇതെന്ത് പറ്റിയതാ? വെറുതെ ഒരു തമാശക്ക് പ്ലാസ്റ്റർ ഇട്ടതാ. ഏത് ഉത്സവ കമ്മിറ്റിക്കാരെ ഈ കടുങ്കൈ ചെയ്തേ? ഏയ്, സെൽഫ് മെയ്ഡാ. ഞാൻ ഈ പരുവത്തി കിടന്നിട്ട് നിനക്ക് യാതൊരു സിമ്പതി ഇല്ലേ ശുഭേ? ഇത് പതിവാണല്ലോ. ഞാൻ എവിടെയെല്ലാം തെരഞ്ഞെന്നറിയാമോ മധുവിനെ? ഇന്നലെയും ഡാഡി ഒരു പ്രപ്പോസലിന്റെ കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. വിളിക്കണമല്ലോ. പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സ് അവരെ മാരേജ് ചെയ്ത് അയക്കും.
അത് കാലാകാലങ്ങളായി നടക്കുന്ന പ്രക്രിയയാണല്ലോ. അതിനിപ്പോ എന്താ? മധു വേണ്ടട്ടോ. ശുഭേ, ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം. ശുഭ റൊമാൻസിന്റെ മേക്കറിൽ നിന്ന് താഴോട്ടിറങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മധുവിന്റെ ധാരണ ഇപ്പോഴും അങ്ങനെ ഫാന്റസി പരിവേഷത്തിൽ ഒരു അഫയറില ഞാൻ മധുവിനെ അഡ്മിറ്റ് ചെയ്തെന്ന്. അല്ല മധു, മധുവിനെ കാണുന്നതിന് മുമ്പ് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു ഞാൻ തനിച്ചാണെന്ന്. മധു ഇനി എന്നെ തള്ളി പറഞ്ഞാലും എന്റെ സ്ഥിതി അത് തന്നെയാ. മാസ അവസാനങ്ങളിൽ വരുന്ന ബാങ്ക് ഡ്രാഫ്റ്റും ബർത്ത്ഡേകളിൽ വരുന്ന കളർ ഫോട്ടോകളുമാ പപ്പയും മമ്മിയുമായി എന്നെ കണക്ട് ചെയ്യുന്ന ഏക കണ്ണി. ഓർമ്മ വെച്ച നാൾ മുതൽ ഓരോരോ നഗരങ്ങളിലും മുന്തിയ സ്കൂളുകൾ, അവിടുത്തെ ഹോസ്റ്റൽ, നടുക്കടലിൽ പെട്ടവന് കിട്ടുന്ന ലൈഫ് റിംഗ് പോലെയായിരുന്നു എനിക്ക് മധു. മധു കൂടി ഛെ, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. ഞാനിങ്ങനെ ഇമോഷണൽ ആയാലോ? ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാവോ? അങ്ങനെ സീരിയസ് ആണെങ്കിൽ ഇന്നത്തെ പരിപാടി എന്തെങ്കിലും അടിയിട്ടാ രക്ഷപ്പെടാം. ഇതുവല്ലല്ലോ. അയ്യേ, ആ ശുഭയോ, നമ്മുടെ മധുവണ്ണ ഇവിടെ കിടത്തിയിട്ടുണ്ട്. ആരായത്? അച്ഛനാ? ഒടിവുണ്ടെന്ന് തോന്നുന്നു. എക്സ്ട്രാ എടുത്തോ? എക്സ്ട്രാ? അയ്യോ, ഇതാര്? മധുവണ്ണനോ? ഞങ്ങൾ പെട്ടിയായിട്ട് കുരിശുവലെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? പോലീസുകാരുടെ വകയാ ഇന്നത്തെ പരിപാടി. മതപ്രസംഗം ഇല്ലെന്നുള്ള കാര്യം നേരത്തെ അവർ പറഞ്ഞിരുന്നതാ. നീ പോയി കമ്മിറ്റിക്കാരോട് പറടാ, എനിക്ക് വരാൻ പറ്റില്ലെന്ന്. ഓടാ ഇവിടെ നിന്ന് തിരിഞ്ഞളിക്കാതെ. ഏതായാലും വരാനുള്ളത് വഴി തങ്ങിയില്ല. പരിപാടിക്ക് പോയില്ലെങ്കിൽ എന്താ, പരുക്ക് പറ്റാറുള്ളത് പറ്റിയില്ലേ? ഓടാ. നമസ്കാരം. ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ബിസി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കാണാഞ്ഞിട്ട് ആർക്കും ഉറക്കം വരുന്നില്ല. ഉറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ MD ഉറങ്ങുന്നുണ്ടോന്നാ സംശയം. ഓ MD. കുട്ടി ഇവിടെ പുതിയ ആളാണല്ലേ? അതെ, എന്താ പേര്? ഓമന. ഓ മന, ബ്യൂട്ടിഫുൾ നെയിം. എവിടാ വീട്? കാക്കനാട്. ഫാന്റസ്റ്റിക്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. വെരി നൈസ്. കുട്ടി ഏതുവരെ പഠിച്ചു? BA. അരെ വാ, കൺഗ്രാറ്റുലേഷൻസ്. കുട്ടി ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തത്? എന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്തിനാണെന്നോ? എന്നെ കുട്ടിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ സുശീലൻ MA എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല. സുശീലൻ ക്യാബിലേക്ക് പോകുന്നു. അതെ, എനിക്ക് ടെലിഫോൺ ബില്ല് അടയ്ക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാമെന്ന്. ഞാൻ പറയുന്ന കണ്ടീഷനെല്ലാം നിങ്ങൾ അംഗീകരിച്ചാൽ ആഴ്ചയിൽ 2 days ഞാനിവിടെ വരും. പിന്നെ കറണ്ടിന്റെ ബില്ലടക്കാൻ പോവുകയോ കുറിച്ചിട്ടി അടക്കാൻ പോവുകയോ എവിടെ വേണമെങ്കിലും പോവാം. യോ, നേരെ ഒരുപാടായി. വന്നിട്ട് കാണാം. ശ്രീധര, ആ ഓട്ടോക്കാരനൊന്ന് വിട്ടേക്കണേ. കുട്ടി, മേറ്റ് അഗൈൻ. ഈ ഫയലുകൾ എന്നൊക്കെ പറയുമ്പോ വ്യത്യസ്തങ്ങളായ വിവിധ തരത്തിലുള്ള ഫയലുകളുണ്ട് നമ്മുടെ ഈ ഓഫീസില്. ഫയലുകൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ബുക്ക് കീപ്പിങ്ങുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. കുട്ടി പുതിയ ആളായതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. സാറേ, മറ്റേ പ്രോഗ്രാം ശരിയായി. ഇനി എനിക്ക് സാറിന് മുമ്പിൽ കിട്ടി നെഞ്ചും വിരിച്ച് നടക്കാലോ. ആ കുട്ടി പോയി ആ ഡെസ്പാച്ച് ഫയലുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യ്. പൊയ്ക്കോളൂ. ശരി സാർ. ആ. ഏതാ സാറേ പുതിയ ആർട്ടിസ്റ്റ്? തന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ സ്റ്റാഫിന്റെ മുമ്പ് വെച്ച് ആർട്ടിസ്റ്റ് എന്ന് പ്രോഗ്രാം എന്ന്